കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, അഡ്വെന്റ് ടോക്സിലെ 15-ാം ദിവസം ഏവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസത്തിലാണ്. ഇനിയും ഏതാണ്ട് 10 ദിവസം മാത്രമേ ഉള്ളൂ രക്ഷകൻ കടന്നു വരാൻ വേണ്ടി. നമുക്കറിയാം, ഒരു എന്താ പറയുക, നമുക്ക് വളരെ സന്തോഷവും വളരെ ഒരു ആനന്ദത്തിൻ്റെ ഒരു ദിവസമാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളെല്ലാം സെമിനാരി പഠിക്കുമ്പോൾ അവധിക്ക് പോകുമ്പോൾ 10 ദിവസമുള്ളപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബക്കാർ വലിയ രാജ്യത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർ വരുന്ന സമയമാകുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഏതാണ്ട് അതേ സന്തോഷമാണ് ഇപ്പോൾ ഓരോ മനുഷ്യന്മാരുടെ ഇടയിലും. അതായത് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കർത്താവ് കടന്നു വരാൻ പോവുകയാണ്. അപ്പം അതൊരു വൈബാണ്. കർത്താവ് കടന്നു വരാൻ പോകുന്നൊരു വൈബാണ്. അപ്പം ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും നമുക്ക് ഒരുപാട് അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ഒരു നിമിഷമാണ്. അപ്പം ഈ ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, രക്ഷകന്റെ സ്നേഹം എത്രയായിരിക്കും, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വചനവാക്യം നമ്മൾ എടുത്തിരിക്കുന്നത് ജെറമ്യയുടെ പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യമാണ്. അപ്പോൾ ഈ ജെറമ്യയുടെ പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരമാണ്: നാട്ടിൽ നീതിയും ന്യായവും അവൻ നട്ടുപിടിപ്പിക്കും, അത് നടപ്പിലാക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ നീതിയും കർത്താവിൻ്റെ ന്യായവും ഇനി ഭൂമിയിൽ കടന്നു വരാൻ പോവുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ദൈവകുമാരൻ രാജാവായി കടന്നു വരുന്നത് ഈ നാട്ടിൽ നീതിയും ന്യായവും ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വലിയൊരു നീതി, വലിയൊരു അനുഗ്രഹം നടക്കാൻ വേണ്ടിയാണ് കർത്താവ് കടന്നു വരുന്നത്. പിന്നെ കർത്താവ് നീതി നടത്തുമ്പോൾ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ പോകുന്നു. നമ്മൾ മനസ്സിലാക്കാം, ഒരു നീതി നടക്കുമ്പോൾ നമുക്ക് അനുഗ്രഹവും സംരക്ഷണം ഒരുമിച്ച് തമ്പുരാൻ തരാൻ പോവുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിനുള്ള ഒരു ആരംഭമാണ്. കർത്താവിൻ്റെ ജനനം കുടുംബത്തിലുള്ള ആരംഭമാണ്. അതല്ലേ ഹോളി ഫാമിലി, നസ്രത്തിലെ പരിശുദ്ധ കുടുംബം. ഹോളി ഫാമിലി തുടങ്ങാൻ പോകുന്നത് കർത്താവിൻ്റെ ജനനം മുതലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാം കുടുംബത്തിൽ കർത്താവിൻ്റെ ജനനം മുതൽ അല്ലെ ആ സമയം തൊട്ട് നമ്മുടെ കുടുംബം പരിശുദ്ധ കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവവിശ്വാസം നിലനിർത്തണം. വേറൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ അത് രക്ഷ, അത് സ്നേഹം, എന്നാൽ അതിനായാലും കൂടുതൽ ന്യായമാണ്. രക്ഷയും സ്നേഹവും ന്യായത്തിലാണ്. ന്യായകർമ്മമാണ് ദൈവം നൽകാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും, നമ്മൾ രാജാക്കന്മാരാണെങ്കിലും എല്ലാവരും പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. നമ്മൾ നമ്മുടെ പ്രജകളെ സ്നേഹിക്കണം. ഒരു കുടുംബത്തിൽ ഗൃഹനാഥൻ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെ ബഹുമാനിക്കണം. കുടുംബത്തിലുള്ള എല്ലാ ശുശ്രൂഷയിൽ ഗൃഹനാഥൻ കൂടെ ഉണ്ടാവണം. നമ്മുടെ എല്ലാ വീട്ടിൽ ശുശ്രൂഷ ചെയ്യാൻ അനേകം വ്യക്തികൾ കടന്നു വരും. അവരോട് നമ്മളൊരു മനുഷ്യത്വം, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ പെരുമാറണം. നമ്മൾ ഒരിക്കലും അധികാരം ഉള്ള ഒരു വ്യക്തിയാകാതെ ജീവിതത്തിൽ വിനയത്തോടും സ്നേഹത്തോടും ജീവിക്കാനാണ് കർത്താവായ യേശു മിശിഹ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു ക്രിസ്മസ് കാലം ആ ക്രിസ്തുവിൻ്റെ സന്തോഷം നമുക്ക് നമ്മളെ തന്നെ ഉള്ളിൽ നമുക്ക് സ്നേഹത്തോട് ആ സന്തോഷം സ്വീകരിക്കാം. അതിനുശേഷം നമ്മൾ പൂർണ്ണമായി ക്രിസ്തുവിൻ്റെതായി ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ കൂടെ ഉണ്ടാവട്ടെ. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.